നിങ്ങൾ പറയണ പോലെ ഒന്നുമല്ല. എൻ്റെ ചേട്ടൻ എനിക്ക് നല്ലത് മാത്രമേ പറഞ്ഞു തരത്തുള്ളൂ. അത് എന്നോട് ഒരുപാട് സ്നേഹം ഉള്ളോണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞു തന്നത്. ഇപ്പോ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോകരുതെന്ന് പറഞ്ഞാൽ അതെന്തെങ്കിലുമൊക്കെ കാരണം ഉള്ളോണ്ടായിരിക്കുമല്ലോ പറയുന്നേ. നാളെ എന്നെ കല്യാണം കഴിച്ച് ഞാനൊപ്പം ജീവിക്കേണ്ട കാര്യം. സ്നേഹമുള്ള കാമുകിമാരൊക്കെ ഇങ്ങനെയാ. ഓക്കെ ഗേൾസ്, എനിക്ക് നിങ്ങളെ മനസ്സിലാവും. നിങ്ങളുടെ പാർട്ണർ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. കോഴ്സ് എനിക്കൊരു പാർട്ണർ ഉള്ളതാണ്. അവൻ പറയുന്ന കാര്യങ്ങൾ ഞാനും അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ കുറേ കാര്യങ്ങൾ നെഗറ്റിവിറ്റി ഉണ്ടായിട്ടും അതൊക്കെ എൻ്റെ ചേട്ടൻ എന്നോട് കാണിക്കുന്ന സ്നേഹമാണെന്ന് പറഞ്ഞ് അതിനകത്ത് കിടക്കുന്നത് അതൊരു ട്രോമ തന്നെയാണ്. മറ്റൊരാൾ പറയുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണർ പറയുന്നത് നിങ്ങൾ കേൾക്കരുത് എന്ന് പറഞ്ഞിട്ട് ഫെമിനിസം ഒന്നുമല്ല ഞാൻ പറയണത്. നിങ്ങൾ കേൾക്കണം. നമുക്ക് കേൾക്കുമ്പോൾ ലൈക്ക് ലോജിക്കലി ആണ് പറയുന്നതെന്ന് തോന്നുന്ന കാര്യങ്ങൾ കേൾക്കണം. ജസ്റ്റ് ദിസ് ഇസ് 2025. മനസ്സിലാക്കുക. ഞാൻ പറയുന്നത് കേട്ടാ മതി. നിനക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ കേട്ടാ മതി, അല്ലെങ്കിൽ നീ ഒക്കോ. ദിസ് ഈസ് നോട്ട് സ്നേഹം, ദിസ് ഈസ് ട്രോമ. നിങ്ങൾ ഇനി ഇതൊക്കെ എപ്പ മനസ്സിലാക്കാനാണ്? ഐ ഡോണ്ട് നോ. ഇപ്പോഴും ഇതുപോലത്തെ ആളുകളൊക്കെ എക്സിസ്റ്റിംഗ് ആണെന്ന് കേൾക്കുന്നത് ഒരു ഹൊറിബിൾ തന്നെയാണ്. സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞ എൻ്റെ ഏട്ടായിയാണ് ദൈവമെന്ന് വിചാരിച്ച് നടക്കുന്ന കുട്ടികളെ, നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞ് നമ്മൾ ഒന്നും ചെയ്യരുത്. ഒരു വില ഉണ്ടാവത്തില്ല. ദിസ് ഈസ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രം. പേഴ്സണൽ അഭിപ്രായം മാത്രം. പിന്നെ ഇത്രേ ഉള്ളൂ.